സിംഗപ്പൂർ ചരക്ക് കപ്പലിന് നിയന്ത്രണം നഷ്ടപ്പെട്ടു. കൊൽക്കത്ത ഡയമണ്ട് ഹാർബറിലെ ടെർമിനലിൽ ഇടിച്ചാണ് ഈ കപ്പൽ നിന്നത്. ടെർമിനലിൽ ലോഞ്ചോ ബോട്ടോ നിലയുറപ്പിച്ചിട്ടില്ലാത്തതിനാൽ വലിയ ദുരന്തമാണ് ഒഴിവായത്. നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കാണാം. रास्ता आबार ऊंचो है आज। YS അഭിനന്ദ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. അഭിനന്ദ്, സിംഗപ്പൂർ ചരക്ക് കപ്പലിന് നിയന്ത്രണം നഷ്ടപ്പെട്ടതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ടെർമിനലിൽ ലോഞ്ചോ ബോട്ടോ ഒന്നും ഇല്ലാത്തത് വലിയ ഭാഗ്യമായി. അതുകൊണ്ട് വലിയൊരു ദുരന്തമാണ് ഒഴിവായിട്ടുള്ളത്. ആർക്കെങ്കിലും പരിക്കേറ്റോ അഭിനന്ദ്? വികാസ്, ആർക്കും തന്നെ പരിക്കേറ്റിട്ടില്ല. മറ്റൊരു അപകട സംഭവം ഉണ്ടായിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സൗത്ത് 24 പർഗാനസ് ജില്ലയിലെ ഡയമണ്ട് ഹാർബറിൽ ഹുഗ്ലി നദിയിലാണ് നിയന്ത്രണം നഷ്ടപ്പെട്ട് 147 മീറ്റർ നീളമുള്ള ഒരു കൂറ്റൻ സിംഗപ്പൂർ ചരക്ക് കപ്പൽ ഫെറി ടെർമിനലിലേക്ക് ഇടിച്ചു കയറിയത്. ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് കൊൽക്കത്തയിൽ നിന്നും ഏകദേശം 50 കിലോമീറ്റർ തെക്കായിട്ട് ഡയമണ്ട് ഹാർബറിനടുത്തുള്ള നദീവളവിൽ ഒരു വളവ് എടുത്തതിനു ശേഷം കപ്പലിന് നിയന്ത്രണം നഷ്ടപ്പെടുകയായിരുന്നു. കപ്പലിന്റെ സ്റ്റിയറിംഗ് ഗിയറിലെ തകരാറാണ് അപകടത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമികമായി ലഭ്യമാകുന്ന വിവരം. സംഭവത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല. ഒരു ഫെറി ടെർമിനലിന് സമീപമാണ് അപകടമുണ്ടായത്. തീരത്തിന് സമീപത്തെ ഈ ഫെറിയുടെ സമീപത്തെ ചില പ്രദേശങ്ങളിൽ വിള്ളലുകൾ ഉള്ളതല്ലാതെ മറ്റൊരു തരത്തിലുള്ള പ്രശ്നവും ഇല്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. 147 മീറ്റർ നീളമുള്ള സിംഗപ്പൂർ ഫെറി കപ്പലാണ് ഇത്തരത്തിലേക്ക് അപകടത്തിൽപ്പെട്ടത്. പ്രദേശത്തുള്ളവർക്ക് മുന്നറിയിപ്പ് നൽകുന്നതിനായി ആവർത്തിച്ച് ഹോണുകൾ മുഴക്കിയിരുന്നുവെന്നും ഇപ്പോൾ ലഭ്യമാകുന്നത്. ഏത് കപ്പലാണ് എന്നുള്ളത് കൃത്യമായി ഇപ്പോഴും അതിന്റെ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. സിംഗപ്പൂരിൽ നിന്ന് എത്തിയ കപ്പലാണ്. പതാകയുണ്ടായിരുന്നു. 147 മീറ്റർ നീളമുണ്ടായിരുന്നു. അത് കൊൽക്കത്തയിലെ ഡയമണ്ട് ഹാർബറിലെ ഫെറിയിലാണ് ഇടിച്ചു നിന്നത്. ഇന്നലെയാണ് സംഭവം. ശരി YS.